ഓൾ ടൈം ഹൈയിൽ നിന്നും ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നതും സപ്പോർട്ടിനടുത്ത് ട്രേഡ് ചെയ്യുന്നതുമായ ചില ബ്ലൂ ചിപ്പ് സ്റ്റോക്കുകളെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി പരിചയപ്പെടുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് ബജാജ് ഫിനാൻസ് ലിമിറ്റഡ്. ബജാജ് ഫിനാൻസ് ഇന്ന് 6578 ട്രേഡ് ചെയ്യുന്നു. 52 വീക്ക് ഹൈ 8192, 52 വീക്കിലോ 6187. 52 വീക്ക് ഹൈയിൽ നിന്നും സ്റ്റോക്ക് കൺസിഡറബിൾ ഡിസ്കൗണ്ടിൽ ലഭിക്കുകയാണ്. കൂടാതെ സ്റ്റോക്ക് 52 വീക്ക് ലോയ്ക്കടുത്ത് ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നു. 4 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 27.13, ഡിവിഡൻഡ് yield 0.5%. ഒരു വർഷത്തിനുള്ളിൽ ബജാജ് ഹൗസിംഗ് ഫിനാൻസിന്റെ IPO കൂടി വരും. അതുകൊണ്ട് ബജാജ് ഫിനാൻസ് എന്ന സ്റ്റോക്കിനെ ഒരു വർഷത്തെ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾക്ക് പൊസിഷൻ എടുക്കാവുന്നതാണ്. 7000 കോടി രൂപയുടെ IPOയാണ് ബജാജ് ഹൗസിംഗ് ഫിനാൻസ് കൊണ്ടുവരുന്നത്. ഈ IPOയിൽ ഏകദേശം 4000 കോടി രൂപയുടെ ഫ്രഷ് ഇഷ്യൂവും 3000 കോടി രൂപയുടെ OFS അല്ലെങ്കിൽ ഓഫർ ഫോർ സെയിലുമാണ്. ബജാജ് ഹൗസിംഗ് ഫിനാൻസിന്റെ 3000 കോടി രൂപയ്ക്ക് തത്തുല്യമായ ഷെയറുകളാണ് ബജാജ് ഫിനാൻസ് ഓഫ്ലോഡ് ചെയ്യുന്നത്. ബജാജ് ഹൗസിംഗ് ഫിനാൻസിന്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 5% വർദ്ധിച്ച് 483 കോടിയും അസറ്റ് അണ്ടർ മാനേജ്മെന്റ് 97,071 കോടിയുമായി ഉയർന്നിട്ടുണ്ട്. കമ്പനി പ്രധാനമായും ലോൺ അഗൈൻസ്റ്റ് പ്രോപ്പർട്ടി, ലീസ് ഓർ റെന്റൽ ഡിസ്കൗണ്ടിംഗ്, ഡീലർ ഫിനാൻസ് എന്നിവയിൽ നിന്നാണ് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത്. ബജാജ് ഫിനാൻസ് എന്ന ക്വാളിറ്റി സ്റ്റോക്ക് ഇപ്പോൾ 52 വീക്ക് ലോയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 6500 സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ട്, 6000 മറ്റൊരു പ്രധാനപ്പെട്ട സപ്പോർട്ടും സൈക്കോളജിക്കൽ ലെവലുമാണ്. 6000-നും 6500-നും ഇടയിൽ ബജാജ് ഫിനാൻസ് എന്ന ബ്ലൂ ചിപ്പ് സ്റ്റോക്കിനെ അക്കുമുലേറ്റ് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തേത് വരുൺ ബിവറേജ് ലിമിറ്റഡ്. വരുൺ ബിവറേജ് ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് വാല്യൂഷൻ പോയിന്റ് ഓഫ് വ്യൂ വളരെ അട്രാക്റ്റീവ് ലെവലിൽ ലഭിക്കുന്നു. പലപ്പോഴും വരുൺ ബിവറേജ് ലിമിറ്റഡിൻ്റെ കഴിഞ്ഞ 5 വർഷത്തെ ആവറേജ് വാല്യൂഷൻ നോക്കുകയാണെങ്കിൽ 90-നും 100-നും ഇടയിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ വാല്യൂഷൻ 80 എന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. കൂടാതെ 52 വീക്ക് ഹൈയിൽ നിന്നും അല്ലെങ്കിൽ ഓൾ ടൈം ഹൈയിൽ നിന്നും സ്റ്റോക്ക് 15%-നടുത്ത് ഡിസ്കൗണ്ടിലും ലഭിക്കുന്നു. വരുൺ ബിവറേജ് ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് പലപ്പോഴും മാക്സിമം 15 മുതൽ 20% ഡിസ്കൗണ്ടിൽ അല്ലെങ്കിൽ 20% കറക്ഷൻ ആയതിനു ശേഷം വീണ്ടും അപ് ട്രെൻഡിലേക്ക് നീങ്ങുന്ന ഒരു ട്രെൻഡാണ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് വരുൺ ബിവറേജ് പോലുള്ള FMCG കമ്പനികളെ അക്കോമുലേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വരുൺ ബിവറേജ് ലിമിറ്റഡിൻ്റെ കറണ്ട് ലെവൽ പരിഗണിക്കാവുന്നതാണ്. വരുൺ ബിവറേജ് ലിമിറ്റഡ് പെപ്സിക്കോ എന്ന കമ്പനിയുടെ ഫ്രാഞ്ചൈസി ഓപ്പറേറ്ററാണ്. ഇതുകൂടാതെ കമ്പനി മറ്റു പല കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്കുകളും നോൺ കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്കുകളും ഓൺ പ്രോഡക്റ്റായി മാർക്കറ്റിലെത്തിക്കുകയും ചെയ്യുന്നു. 3 വർഷത്തെ കോമ്പൗണ്ടഡ് സെയിൽസ് ഗ്രോത്ത് 35%, പ്രോഫിറ്റ് ഗ്രോത്ത് 77%, ROE 30%-നടുത്ത്. കമ്പനിയുടെ സെയിൽസ് ഇയർ ഓൺ ഇയറിൽ 3893 കോടിയിൽ നിന്നും 7197 കോടിയായി കമ്പനിക്ക് ഉയർത്താൻ സാധിച്ചിട്ടുണ്ട്. ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കുകയാണെങ്കിലും സെയിൽസിൽ ഗണ്യമായ വർധനവ് ഉണ്ടായിട്ടുണ്ട്. 23%-ൽ നിന്നും 28%-ലേക്ക് ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പനി അതിൻ്റെ ഓപ്പറേറ്റിംഗ് മാർജിൻ ഉയർത്തുകയും നെറ്റ് പ്രോഫിറ്റ് 1005 കോടിയിൽ നിന്നും 1262 കോടിയിലേക്ക് മെച്ചപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കമ്പനിയിൽ പ്രൊമോട്ടേഴ്സിന് 62.6% സ്റ്റേക്ക് ഹോൾഡിംഗ്, FISന് 25.3%, DISന് 4.5%, പബ്ലിക്കിന് 7.4% സ്റ്റേക്ക് ഹോൾഡിംഗും. 1500 വരുൺ ബിവറേജിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ടാണ്. 1475 സ്റ്റോക്കിനെ അക്കോമുലേറ്റ് ചെയ്യാവുന്ന ഒരു ലെവൽ കൂടിയാണ്. ഇതിന് താഴെ ഓരോ 100 പോയിന്റിലും, അതായത് 1400, 1300 തുടങ്ങിയ ലെവലുകളിൽ സ്റ്റോക്കിന് സപ്പോർട്ടുണ്ട്. മൂന്നാമത്തെ സ്റ്റോക്ക് KEI ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. KEI ഇൻഡസ്ട്രീസ് 4145 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 52 വീക്ക് ഹൈ 5000, 52 വീക്കിലോ 2223. 37,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 61.46. കേബിൾ ആൻഡ് വയർ സെഗ്മെൻറ്റിലെ കമ്പനികളെല്ലാം വളരെ മികച്ച പെർഫോമൻസാണ് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ കാഴ്ചവെച്ചത്. KEI ഇൻഡസ്ട്രീസ് ഈ സെക്ടറിൽ തന്നെ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു സ്റ്റോക്കാണ്. സ്റ്റോക്ക് ഇപ്പോൾ 20%-ലധികം ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നു. KEI ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ചിടത്തോളം 4000 പ്രധാനപ്പെട്ട ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്. 4000 എന്ന ലെവലിനെ സപ്പോർട്ടായി പരിഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ 3980 എന്ന ലെവൽ സ്റ്റോപ്പ് ലോസായി വെച്ചുകൊണ്ട് KEI ഇൻഡസ്ട്രീസിനെയും നമ്മൾക്ക് പരിഗണിക്കാം. ഇവിടെ നിന്നും 4250, 4500 തുടങ്ങിയ ലെവലുകൾ സ്റ്റോക്കിൻ്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസായി പ്രവർത്തിക്കും. മീഡിയം ടൈമിൽ സ്റ്റോക്ക് ചിലപ്പോൾ 4780, 5000 തുടങ്ങിയ ലെവലുകൾ റീഗെയിൻ ചെയ്യാനുള്ള സാധ്യതയും ഉണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.